ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് കിഴങ്ങ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ചിപ്സിൻ്റെ ഉണ്ടോ. ചിപ്സ് എന്നോ കറുമുറന്നോ അങ്ങനെ എന്ത് പേരിട്ട് വേണമെങ്കിലും ഇതിനെ വിളിക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ. ഞാനിപ്പോൾ 1 കിലോ കിഴങ്ങ് എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞിട്ട് 2-3 പ്രാവശ്യം കഴുകി എടുത്തിരിക്കുന്നതാണ്. ഇത് കട്ട് ചെയ്തതിന് ശേഷം 2-3 പ്രാവശ്യം ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. കാരണം ആ ഒരു കിഴങ്ങിലുള്ള ആ ഒരു പൊടിയും ആ ഒരു ചെറിയ ഒട്ടലൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ. ചെറിയൊരു കനത്തിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ അവിയലിനൊക്കെ കട്ട് ചെയ്തെടുക്കൂലേ, അതേപോലെ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം കേട്ടോ. ആ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നമുക്കിതിലേക്ക് മസാല പുരട്ടിയെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു അളവിൽ ഉപ്പാണ്. ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കാം, പിന്നീട് നമുക്ക് മസാലയൊക്കെ തിരുമ്മിയെടുത്തതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആ ഒരു സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവേ. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു കളറും കിട്ടും, ചെറിയൊരു എരിവും ഉണ്ടാവുമേ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല, നല്ലൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് അയമോദകം ഇട്ട് കൊടുക്കുക. പിന്നെ കിഴങ്ങല്ലേ, കിഴങ്ങിൽ ചിലപ്പോൾ എല്ലാ സമയത്തും ഒരുപോലെ ആവണമെന്നില്ല, നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒഴിവാകുന്നതിന് അയമോദം ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ ചെറിയൊരു അളവിൽ ചെറിയ ജീരകം, ഇത് രണ്ടും തിരുമ്മിയിട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫ്ലേവർ നമുക്ക് നല്ലതുപോലെ കിട്ടുമേ. പിന്നെ 1 ടീസ്പൂണ് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുക. നല്ല ചതച്ചിട്ടല്ല, കുറച്ച് പേസ്റ്റാക്കി ചേർക്കുക. ഇനി ഈ മസാല പരട്ടിയെടുത്തിരിക്കുന്ന കിഴങ്ങിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറിയൊരളവിൽ മല്ലിയിലയും കറിവേപ്പിലയുമാണ്. അത് ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ തവിക്കണക്കിലാണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 തവി കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തവിയിൽ 1.5 ടേബിൾ സ്പൂണ് കടലമാവ് കൊള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ടേബിൾ സ്പൂണ് കണക്കിലാണെങ്കിൽ 2 ടേബിൾ സ്പൂണ് കടലമാവും 2 ടേബിൾ സ്പൂണ് വറുത്ത അരിപ്പൊടിയും 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ലോണം ഇതൊന്ന് തിരുമ്മിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ തിരുമണ സമയത്ത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടാവും വെള്ളം ഊറി വന്നിരിക്കുന്നത്. അത് വിഷയമൊന്നുമല്ല കേട്ടോ. നമുക്ക് വറുത്തെടുക്കുന്ന സമയത്ത് നല്ലോണം മുരിഞ്ഞിട്ടുള്ള ചിപ്സ് തന്നെ റെഡിയായി കിട്ടുവേ. അപ്പം ഞാനിതിൽ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ചെറിയൊരളവിൽ ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരികയും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യണേ. വറുക്കാനായിട്ട് വെച്ചിരിക്കുന്ന എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കിഴങ്ങ് ഇതേപോലെ അടർത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. വെള്ളം ഉള്ളത് കൊണ്ട് കയ്യിലേക്ക് പൊട്ടിത്തെറിക്കുവേ. ചെറിയതായിട്ട് പൊട്ടി തെറിക്കേണ്ട വെള്ളത്തിൻ്റെ അംശം. അപ്പോൾ അത് നോക്കി ശ്രദ്ധിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ പപ്പടം കുത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. എന്നാലാണ് അത് വേറിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കട്ടയായിട്ടിരിക്കും. എന്നിട്ട് അരിപ്പ് വെച്ചിട്ടൊന്ന് അടർത്തി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് കിഴങ്ങ് കൊണ്ടുള്ള ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഈ രീതിക്ക് തന്നെ നമുക്ക് ബാലൻസ് ഇരിക്കുന്നതും വറുത്തെടുക്കാവേ. അപ്പോൾ നമ്മുടെ കിഴങ്ങ് കൊണ്ടുള്ള ചിപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കൊള്ളാമെന്ന് തോന്നുവാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റിൽ അറിയിക്കുകയൊക്കെ ചെയ്യാട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.